നമസ്കാരം. മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ഉജ്ജ്വല വിജയത്തിൻ്റെ തുടർച്ചയായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച വിജയം നേടാനായി ഒരുങ്ങുകയാണ് കോൺഗ്രസ് ഒറ്റക്കെട്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 17 സീറ്റിൽ 13 വിജയം നേടി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സീറ്റ് നേടി പ്രതാപകാലത്തേക്ക് തിരിച്ചുവരുന്നതിൻ്റെ തുടക്കം കുറിക്കലായി മാറി. സ്വതന്ത്രനായി സംഗ്ലി മണ്ഡലത്തിൽ മത്സരിച്ച സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വിശാൽ പാട്ടീൽ കൂടെ പാർട്ടിക്കൊപ്പം ചേർന്നതോടെ സീറ്റുകളുടെ എണ്ണം 14ആയി. ഓരോ മേഖലകളിൽ നിന്നും വിജയിച്ച എംപിമാരെ അനുമോദിക്കുന്ന ചടങ്ങ് സംഘടിപ്പിക്കുകയാണ് സംസ്ഥാന PCCയുടെ നേതൃത്വത്തിൽ. മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള AICC സെക്രട്ടറി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി മഹാരാഷ്ട്രയിലെ മറാത്ത്വാഡ മേഖലയിൽ നിന്നും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കോൺഗ്രസ് എംപിമാരെ അനുമോദിക്കാനായി ലാത്തൂരിൽ വെച്ച് സംഘടിപ്പിക്കപ്പെട്ട പൊതുയോഗം അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ശക്തി പ്രകടനമായി മാറി. മറാത്ത്വാഡ മേഖലയിലെ 3 ലോക്സഭാ സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് 3ലും വിജയിച്ചിരുന്നു. ലാത്തൂർ, നന്ദേഡ്, ജൽന ലോക്സഭാ സീറ്റുകളിലാണ് കോൺഗ്രസ് വിജയിച്ചത്. അശോക് ചവാൻ പാർട്ടി വിട്ടുപോയിട്ടും 5 വർഷത്തിന് ശേഷം നാന്ദേഡ് BJPയിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിനായി. ലാത്തൂർ 10 വർഷത്തിന് ശേഷവും ജൽന 33 വർഷത്തിന് ശേഷവുമാണ് കോൺഗ്രസ് BJPയിൽ നിന്നും തിരിച്ചുപിടിച്ചത്. വിലാസ് റാവു ദേശ്മുഖിൻ്റെ കാലത്തിന് ശേഷം പടിപടിയായി ശക്തി ചോദിച്ച മറാത്ത്വാഡ മേഖലയിലെ കോൺഗ്രസ് പ്രവർത്തകർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തങ്ങളുടെ തിരിച്ചുവരവ് ആഘോഷമാക്കുകയാണ്. ലോക്സഭയിലെ വിജയം നിയമസഭയിൽ ആവർത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് അവർ. വിലാസ് റാവുവിൻ്റെ മകനും 3 തവണ MLAയും ഉദ്ധവ് താക്കറെ സർക്കാരിൽ മന്ത്രിയുമായിരുന്ന അമിത് ദേശ്മുഖ് അശോക് ചവാൻ്റെ കൂറുമാരത്തിന് ശേഷം മറാത്ത്വാഡയിലെ കോൺഗ്രസിൻ്റെ മുഖമായി മാറിക്കഴിഞ്ഞു എന്ന സന്ദേശവും ഇന്നത്തെ റാലിയിൽ പ്രകടമായിരുന്നു. മഹാവികാസ് അഘാഡി സഖ്യത്തിൽ ഇന്ന് മഹാരാഷ്ട്രയിലെ പ്രധാന ശക്തി കോൺഗ്രസ്സാണ്. മറ്റു പാർട്ടികൾ പിളർക്കപ്പെട്ടപ്പോഴും പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയെ നിരവധി മുതിർന്ന നേതാക്കൾ പാർട്ടി വിട്ടുപോയിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചുവരവാണ് പാർട്ടി നടത്തിയത്. രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയും സംസ്ഥാനത്ത് പാർട്ടി വലിയ കരുത്തേകി. രാഹുൽ ഗാന്ധിക്ക് വലിയ സ്വാധീനമാണ് മഹാരാഷ്ട്രയിൽ ഉള്ളത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാജ്യത്തു കളം നിറഞ്ഞു നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് മഹാവികാസ് അഘാഡി സഖ്യത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണവും.